വാക്ക് അത് പാലിക്കാനുള്ളതാണ്. ഇത് പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ സതീശൻ ആണ്. കേരള നിയമസഭയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത്. അന്ന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒരു ഹോമിയോ ഡോക്ടറെ അംഗമാക്കുന്നതിൽ അഴിമതി നടന്നു എന്ന് ഒരു ആരോപണം വന്നിരുന്നു. ആ കേസ് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇത് ഓർമ്മിക്കാൻ ഉള്ള കാര്യം പറയാം. PSCയിൽ വീണ്ടും അഴിമതി ആരോപണം. അത് അന്വേഷിക്കാൻ PSCയുടെ വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തി എന്ന വാർത്തയും കണ്ടു. അതൊരു ശരിയായ നടപടിയായി എനിക്ക് തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഈ കേസ് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിഷ്പക്ഷ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണം. കേന്ദ്ര ഏജൻസിയായ CBI ആണ് ഉത്തമം. അങ്ങ് പണ്ട് പറഞ്ഞതുപോലെ വാക്ക് അത് പാലിക്കാനുള്ളതാണ്. അത് താങ്കൾ തന്നെ പൊതുജനത്തിന് കാണിച്ചു കൊടുക്കണം. കേരളത്തിലെ ചെറുപ്പക്കാരുടെ ആശയും അഭിലാഷവുമാണ് ഇവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ. PSCയെ കളങ്കരഹിതമാക്കേണ്ടത് അങ്ങയുടെ കർത്തവ്യമാണ്. ഇവിടുത്തെ ന്യൂജൻ കുട്ടികൾ അങ്ങയെ പൂക്കി എന്ന് വിളിച്ച് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ പ്രതീക്ഷ തകർക്കരുത്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉപയോഗമില്ലാത്ത PSCയെ തച്ചുടയ്ക്കണം സാർ. എന്നിട്ട് ഒരു പുതിയ സംവിധാനം കൊണ്ടുവരണം. ആർട്ടിക്കിൾ 315 നിന്നുകൊണ്ട് അതിന് സാധിക്കും സാർ. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അങ്ങ് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായി അത് ഭാവിയിൽ അറിയപ്പെടും. ഇവിടെ അവസരങ്ങൾ ഇല്ലാത്തതിനാൽ ഇവിടെ നിന്നും ഓടി ഒളിക്കുന്ന യൗവനങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താൻ വേറെ എന്താണൊരു വഴി? നമുക്ക് ഒന്ന് ശ്രമിച്ചുകൂടെ? എനിക്കുണ്ട് ചില നിർദ്ദേശങ്ങൾ അങ്ങയോട് പറയാൻ. അങ്ങ് അത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. PSCയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ക്രമക്കേടുകളെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം അതാണല്ലോ. ഇപ്പോൾ നടന്നതും മുമ്പ് നടന്നെന്ന് പറയുന്നതുമായ ധാരാളം ആരോപണങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് അക്കാര്യങ്ങൾ വീണ്ടും പറയുന്നത് ഉചിതമല്ല. കുറെ കാലങ്ങളായി PSCയിൽ നടക്കുന്നു എന്ന് പറയപ്പെടുന്ന കഥകൾ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ചില പരമാർത്ഥങ്ങളായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുമുണ്ട്. അവയിൽ ചില കഥകളൊക്കെ പ്രത്യക്ഷമായി തന്നെ യാഥാർത്ഥ്യമെന്ന് തോന്നുന്നവയുമാണ്. പക്ഷേ വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ നമുക്ക് അത് വിളിച്ചു പറയാൻ പറ്റില്ല. എൻ്റെ ചില വ്യക്തിപരമായ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2003 മുതൽ 2008 വരെയുള്ള 5 വർഷം ഡൽഹിയിലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിൻ്റെയും ഫൈനൽ റിസൾട്ട് പ്രോസസ്സിംഗിൻ്റെയും ചുമതല വഹിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എൻ്റെ ചില നിരീക്ഷണങ്ങൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനാണ് എൻ്റെ ശ്രമം. കേരള പബ്ലിക് സർവീസ് കമ്മീഷനും കേന്ദ്രത്തിലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 315 അനുച്ഛേദം അനുസരിച്ച് ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കണക്കുകൾ പറയട്ടെ. കണക്കുകൾ പറഞ്ഞ് നിങ്ങളെ ബോർ അടുപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. എന്നാലും ചില കണക്കുകൾ നമ്മൾ അറിയണം. UPSC ഒരു വർഷം 30 ലക്ഷം ഉദ്യോഗാർത്ഥികളെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു വർഷം 14 മുതൽ 15 വരെ പരീക്ഷകൾ അവർ നടത്തുന്നുണ്ട്. ചെയർമാൻ അടക്കം 11 മെമ്പർമാരാണ് UPSCയിലുള്ളത്. ഇന്ന് അത് ഇപ്പോഴത്തെ നില 9 പേരാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെമ്പർമാരെല്ലാം ഹൈലി ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ആണ്. 50% സീനിയർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇന്ത്യ മൊത്തമായി 30 ലക്ഷം ഉദ്യോഗാർത്ഥികളെ കൈകാര്യം ചെയ്യാൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളത് വെറും 1132 സ്റ്റാഫ് മാത്രമാണ്. ഡൽഹിയിലല്ലാതെ അവർക്ക് മറ്റൊരിടത്തും ഒരു ഓഫീസും ഇല്ലതാണ്. നമുക്കിനി പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കാര്യം നോക്കാം. നമ്മുടെ PSCയിൽ ഒരു വർഷം ഏകദേശം 10 മുതൽ 12 ലക്ഷം ഉദ്യോഗാർത്ഥികളെ മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. തിരുവനന്തപുരത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് കൂടാതെ എല്ലാ ജില്ലകളിലും ഓഫീസ് ബ്ലോക്കുകളുമുണ്ട്. 2000-ൽ പരം ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ജോലി ചെയ്യുന്നു. 21 മെമ്പർമാരാണുള്ളത്. ഇതിലിപ്പോൾ 16 പേർ ആണ് നിലവിലുള്ളത്. ഇതിൽ 50% ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. ബാക്കി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ. ഈ 2 കൂട്ടരുടെയും ഒരു ക്വാളിഫിക്കേഷനും ഇവിടെ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്ന ആരോപണം വന്നിട്ട് കാലം കുറയായി. എന്തെങ്കിലും പ്രതിവിധികൾ കൈക്കൊണ്ടോ? ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടതനും വലതനും മാറി മാറി ഭരിച്ച് PSC ഒരു പരുമവാക്കി വച്ചിരിക്കുകയാണ്. PSC രൂപീകരിച്ച കാലത്ത് വെറും 5 മെമ്പർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2011-ൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുക്കുമ്പോൾ മെമ്പർമാരുടെ എണ്ണം 16 ആയിരുന്നു. അത് 21 വർദ്ധിപ്പിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. 21 പേർക്ക്
സുഭിക്ഷമായി 6 വർഷം ഇരുന്ന് തിന്നാം. ശിഷ്ടകാലം കാലും നീട്ടിയിരുന്ന പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങി സുഖിക്കാം. പൊതുജനം കൊടുക്കുന്ന നികുതി ഉളുപ്പില്ലാതെ ഇത്തരം വെള്ളാനകൾക്ക് നൽകാൻ ഈ പൊതുജനം തിരഞ്ഞെടുത്ത സർക്കാരിന് നാണമില്ലേ? ഒന്നിലധികം പെൻഷൻ വാങ്ങുന്ന മെമ്പർമാരും ഇക്കൂട്ടത്തിലുണ്ട്. പല പെൻഷനുകൾ ഏകോപിപ്പിച്ച് അതിൽ ഏറ്റവും വലിയ ഒറ്റ പെൻഷൻ മാത്രം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ തന്നെ സർക്കാരിന്റെ ഖജനാവിന് അല്പം ആശ്വാസമുണ്ടാകും. 2025-26 വർഷത്തെ ബജറ്റ് അലോക്കേഷൻ 224 കോടി രൂപയാണ് PSCക്ക്. ഇതുകൂടാതെ 1.5 കോടി രൂപ വേറെയുമുണ്ട്. എല്ലാ ജില്ലകളിലും ഓൺലൈൻ എക്സാമിനേഷൻ സെന്ററുകൾ സ്ഥാപിക്കാനായിരുന്നു ഈ തുക മാറ്റിവെച്ചത്. അതായത് മൊത്തം 225 കോടിയിലധികം തുക. PSC കൈകാര്യം ചെയ്യുന്ന വെറും 10 ലക്ഷം ആപ്ലിക്കേഷനാണ് ഒരു വർഷം കൈകാര്യം ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ഇന്ത്യയിൽ മുഴുവൻ റിക്രൂട്ട്മെന്റ് നടക്കുന്ന UPSCയുടെ വാർഷിക ബഡ്ജറ്റ് 435 കോടി രൂപ മാത്രമാണ്. 30 ലക്ഷം ആപ്ലിക്കേഷനാണ് അവർ ഒരു വർഷം ഹാൻഡിൽ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം കേന്ദ്ര സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് ലഭിച്ചത് 548 കോടി രൂപയായിരുന്നു. അവർ കഴിഞ്ഞ വർഷം കൈകാര്യം ചെയ്തത് 1.5 കോടി ആപ്ലിക്കേഷനുകളായിരുന്നു എന്നത് മറക്കരുത്. കേന്ദ്ര ഏജൻസിയായ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നോൺ ഗസറ്റഡ് പോസ്റ്റുകളിലേക്കുള്ള നിയമനങ്ങളാണ് നടത്തുന്നത്. കേരള PSCയും പ്രധാനമായും നോൺ ഗസറ്റഡ് റിക്രൂട്ട്മെന്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളും കേരളത്തിലെ PSCയുടെ പ്രവർത്തനങ്ങളും തമ്മിൽ ഒരു താരതമ്യം നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ വെറും 3 മെമ്പർമാരാണുള്ളത്. അവർ 3ഉം കേന്ദ്ര സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ജോയിന്റ് സെക്രട്ടറിയോ അതിനു മുകളിലോ ഉള്ളവർ. അവർ സർവീസിലുള്ളവർ ആയതുകൊണ്ട് ഗവൺമെന്റിന് പ്രത്യേകിച്ച് യാതൊരു പണച്ചെലവുമില്ല. മറിച്ച് PSCയിൽ 21 മെമ്പർമാർ, അതിൽ പകുതിയും പുറത്തു നിന്നുള്ളവർ. അവരുടെ ശമ്പളവും പെൻഷനും എല്ലാം കൂടി ചേർത്ത് നല്ല തുക സർക്കാർ ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടും. വേറെ ഒരു തമാശ എന്തെന്നാൽ വെറും 6 വർഷം മെമ്പറായിരിക്കുന്ന ഓരോരുത്തർക്കും ആജീവനാന്ത പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടും. ഈ ഉത്തരവാദിത്വം മൊത്തം പാവപ്പെട്ട പൊതുജനത്തിന് തലയിൽ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഒരു വർഷം 1.5 കോടി ആപ്ലിക്കേഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ PSC വെറും 10 ലക്ഷവും. PSCയിൽ 503 സ്റ്റാഫ് മെമ്പേഴ്സാണ് ആകെ ഉള്ളത്. ഇത് കേന്ദ്ര ഓഫീസും 9 റീജിയണൽ ഓഫീസും കൂടെ ചേർന്ന് ഉള്ള സംഖ്യയാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ PSCയിൽ 2000-ലും അധികം ആൾക്കാർ ജോലി ചെയ്യുന്നു. SSC ഒരു വർഷം ശരാശരി 11 പരീക്ഷകൾ നടത്തുന്നു. അതിൽ 8 നാഷണൽ പരീക്ഷകളും ബാക്കി 3 ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷകളുമാണ്. PSC ചിലപ്പോൾ 200 വരെ പരീക്ഷകൾ നടത്തും എന്നാണ് ഞാൻ വായിച്ചത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് പോലെ സമാന സ്വഭാവമുള്ള പരീക്ഷകളെ ഒരുമിച്ച് ചേർത്ത് ഒറ്റ പരീക്ഷയാക്കി നടത്താൻ ഉള്ള ഒരു സാമ്പത്തിക മികവും ഇക്കാര്യത്തിൽ PSC പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകൾ ഒരു വാർഷിക ടൈം ടേബിൾ അനുസരിച്ചാണ് നടക്കുന്നത്. വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന തീയതി മുതൽ അവസാന ഫലം പുറത്തു വരുന്ന ദിവസം വരെ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയാം. എല്ലാ പരീക്ഷകളും 12 മാസത്തിനുള്ളിൽ തീർത്തിരിക്കും. PSC റിക്രൂട്ട്മെന്റുകളുടെ പൂർത്തീകരണത്തിന് ചിലപ്പോൾ 5-6 വർഷങ്ങൾ എടുത്തെന്ന് വരും. ഇവിടെ ഒരു നിശ്ചയമില്ല ഒരു കാര്യത്തിനും. മറ്റൊരു തമാശ വേക്കൻസികളുടെ കാര്യത്തിലാണ്. കേരളത്തിലെ പല ഡിപ്പാർട്ട്മെന്റുകളും കൃത്യമായി വേക്കൻസി PSC അറിയിക്കുന്നില്ല എന്നാണ് എത്രയോ കാലമായി കേൾക്കുന്ന ആരോപണങ്ങൾ. പക്ഷേ കേന്ദ്ര സർക്കാരിന് ഇതിനൊരു സിസ്റ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇവിടെയും നടപ്പിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ പൂച്ചയ്ക്കാരും മണികെട്ടും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. PSC എന്ന ഏടാകൂടത്തെ നന്നാക്കിയെടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എൻ്റെ ഈ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ നിർദ്ദേശം, PSCയെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സ്റ്റൈലിൽ അല്ലെങ്കിൽ ഭരണഘടനാ അനുച്ഛേദം 315 മുതൽ 323 വരെയുള്ള വകുപ്പുകൾ പ്രകാരം പുനഃസംഘടിപ്പിക്കുക. സർക്കാർ സർവീസിലുള്ള ജോയിന്റ് സെക്രട്ടറിയോ അതിനു മുകളിലുള്ള തസ്തികകൾ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ മാത്രം മെമ്പർമാരായി നിയമിക്കുക. പുറത്തുനിന്ന് ആൾക്കാരെ വേണമെങ്കിൽ അത് പ്രൊഫഷണൽസ് ആയിരിക്കണം എന്ന് നിഷ്കർഷ ഉണ്ടാക്കുക. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ എങ്കിലും മിനിമം യോഗ്യത ഉണ്ടായിരിക്കണം. സമാന സ്വഭാവമുള്ള പരീക്ഷകൾ കണ്ടുപിടിച്ച് PSC നടത്തുന്ന പരീക്ഷകളുടെ എണ്ണം കുറയ്ക്കുക. എല്ലാ പരീക്ഷകളും ഒരു ടൈം ടേബിൾ പ്രകാരം നടത്തുക. വേക്കൻസികൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കുക. ഇത് കൃത്യമായി ചെയ്യാത്തവർക്ക് നേരെ ഡിപ്പാർട്ട്മെന്റ് നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കണം. ഒരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ PSCയിൽ ക്രമക്കേടുകൾ നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കുട്ടികൾ തൊഴിൽ അന്വേഷിച്ച് ഇവിടം വിട്ടു പൊയ്ക്കൊണ്ടേയിരിക്കും. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ആളിനെ കിട്ടില്ല എന്ന് വരും. അത് ഓർമ്മയുണ്ടായിരിക്കണം. നന്ദി, നമസ്കാരം.